ഇത് LG കമ്പനിയുടെ ഒരു LCD TV ആണ്. LCD. അപ്പോൾ ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള 26 ഇഞ്ച് ഒരു LCD TV ആണ്. LG ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും ഈ TV വർക്കിംഗ് ആണ്. എൻ്റെ വീഡിയോയ്ക്കൊന്നും കുഴപ്പമില്ല, ഓഡിയോ കിട്ടുന്നില്ലെന്നാണ് എൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ എഴുതിയിട്ടുണ്ട് 26CS 410 TB എന്നാണ് ഈ മോഡൽ നമ്പർ. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ത്യയിൽ മഹാരാഷ്ട്ര റോഡ്, ന്യൂഡൽഹിയാണ് അഡ്രസ്സ് എഴുതിയത്. മോഹൻ കോപ്പറേറ്റീവ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, മഹാരാഷ്ട്ര റോഡ്, ന്യൂഡൽഹി. ഇതേ അഡ്രസ്സ് തന്നെയാണ് സോണിയുടെ അഡ്രസ്സ്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ഓഗസ്റ്റ് 2012 ഉണ്ടാക്കിയ TV ആണ്. മാനുഫാക്ചർഡ് ഓഗസ്റ്റ് 2012, 10, 22, 12 വർഷം പഴക്കമുള്ള TV ആണ്. 12 വർഷം പഴക്കമുള്ള TV ആണ്. ഇപ്പോഴും ഇതിൻ്റെ പടത്തിനൊന്നും ഒരു കുഴപ്പമില്ല, ഓഡിയോ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഓഡിയോ ഇല്ലാത്ത തന്നെ നമ്മൾ നോക്കാൻ പോവാം. ഇച്ചിരി വേട്ടാവിളയും ശല്യം ഉണ്ടായിരുന്നു, അത് തുറക്കാൻ ഇച്ചിരി പാട്. ഇതിൻ്റെ ആകം കണ്ടോ? ഇതാണ് ബ്രാൻഡഡ് കമ്പനികളുടെ ഒരു ഗുണം. ഇത് കണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള മദർ ബോർഡ്, LGയുടെ തന്നെ ഇത് പ്രോസസ്സർ വെച്ച് T-COM ബോർഡ്, എക്സ്ട്രാ T-COM ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ പവർ സപ്ലൈ ഉണ്ട്. പിന്നെ ബാക്ക് ലൈറ്റിന് വേണ്ടി ഇൻവെർട്ടർ കാർഡുണ്ട്. ഇപ്പോഴത്തെ TV ഞാൻ പിന്നെ തുറന്ന് കാണിക്കാം. ഇപ്പോൾ വരുന്ന TVകളൊക്കെ നോയിഡയിലൊക്കെ ഉണ്ടാക്കി വരുന്ന ലോക്കൽ TVകളുണ്ട്, വില കുറഞ്ഞ ഓഫറൊക്കെ ആയിട്ട് വിൽക്കുന്നു. ആ TVകളുടെയൊക്കെ ക്വാളിറ്റി തീരെ മോശമാണ്. ഇതിപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും, അതായത് 12-14 വർഷമായിട്ടും ഈ TV ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇതിൻ്റെ സ്പീക്കർ പോയെന്ന് പറഞ്ഞതിന് കാരണം, സ്പീക്കർ പോയെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇതിൻ്റെ കുഞ്ഞ് സ്പീക്കറാണ് ഇതിനവർ വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് കണക്കൂട്ടലിൽ കിട്ടിയിട്ടുണ്ട്. ചെറിയ സ്പീക്കറാണ്. ഇവിടെ നമ്മൾ സ്പീക്കർ അഴിച്ചെടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്പീക്കർ പോയതാണ് ഇതെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബോഡിയൊക്കെ ഇതുണ്ടോ, ഫുൾ മെറ്റലാണ്. ബാക്ക് ലൈറ്റും ഒക്കെ നല്ല മെറ്റൽ ബോഡിയൊക്കെയാണ്. മറ്റേത് പലതും പ്ലാസ്റ്റിക്കിലോട്ടൊക്കെ ആയിരുന്നു. ഒറ്റ സ്ക്രൂ ഉള്ളത് കണ്ടില്ല, കുഞ്ഞ് മാക്രിയാണ്ടി സ്പീക്കറാണ്. ഇത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് രണ്ടും പുറത്തെടുത്ത് നോക്കാം, ഓഡിയോ കിട്ടാത്ത സ്ഥിതിക്ക്. സ്പീക്കർ നമുക്ക് മീറ്റർ വെച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ വലിയ സ്പീക്കറൊക്കെ ചെക്ക് ചെയ്യാനൊരു സംഭവമുണ്ട്, ഒരു അടിപൊളി സാധനം, അത് ഞാൻ കാണിക്കാം. സ്പീക്കർ പോയതാണ്. അപ്പോൾ വേറെ സ്പീക്കർ വെച്ചാൽ ഇവിടുത്തെ പ്രശ്നം തീരും. ബോർഡൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്, കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ എത്ര വർഷമായതാ? 12 വർഷം ഓടിയ സ്പീക്കറാണ്. അതിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് അവരത് ചെയ്തുകൊണ്ടാണ് അത്രയും ചെറുത് വന്നതും. ബ്രാൻഡഡ് കമ്പനി ആയതുകൊണ്ട് 12 വർഷം നിന്നു. ലോക്കൽ കമ്പനി ആണെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ 3 വർഷം മാക്സിമം പോവും. 3 വർഷത്തിനകം പോവും. പൈസയും മുഴുവൻ പോവും. പല വീടുകളിലും ചെറിയ ലാഭം, വലിയ നഷ്ടം. അതെ. പിന്നെ പൈസ മേടിക്കാൻ അത്രയും ബ്രാൻഡഡ് കമ്പനികൾ ഇച്ചിരി വില കുറച്ചും കൂടെ കൊടുത്താൽ നല്ലതാണ്. അവർ വില കുറച്ച് കൊടുക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർക്ക് ഈ ലോക്കൽ മേടിക്കാൻ നിർബന്ധിതമാകുന്നത്. ഈ വലുപ്പത്തിൽ ചെറിയ സ്പീക്കർ കിട്ടാനാണ് പാട്. ഈ സ്പീക്കർ അവിടെ വെച്ചാൽ
ഇപ്പം നമ്മളെ സ്പീക്കർ എടുക്കാൻ പോവുക. ലോക്കൽ ഇങ്ങനെ മേടിക്കാനൊക്കെ കിട്ടുന്ന സ്പീക്കറൊക്കെ ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ഒരു സോണി ടി വിയുടെ ഒരു സ്പീക്കർ അങ്ങോട്ട് എടുത്ത് ഇതോട്ട് ഫിറ്റ് ചെയ്താലോ എന്നൊരു ആഗ്രഹം. കാരണം ഇഷ്ടം പോലെ പാനൽ പൊട്ടി, ഇതൊരു പാനൽ പൊട്ടിയ 22 ഇഞ്ച് ടി വിയാണ്. ഇതിൽ 2 സ്ക്രൂ ഇവിടെ കഴിക്കുകയാണ്. ഇത് 2 കൂടെ അരമാർക്കുള്ള എല്ലാ സ്ക്രൂ കഴിക്കണം. ഇത് നല്ല ക്വാളിറ്റി സ്പീക്കറായിരിക്കും. സോണിയുടെ സ്പീക്കർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പോകില്ല. എൽ ജി അതാ അവിടെ വിടവി കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ചെറുത് വെച്ചതുകൊണ്ടാണ് അത് പോയത്. അല്ലേ അതും പോകത്തില്ലായിരുന്നു. സോണിയുടെ പിന്നെ ടി വിയുടെ ഒറ്റ സ്പീക്കർ പോലെ ചരിത്രമില്ല. തുറന്നു കഴിഞ്ഞിട്ട് ഓൺ ചെയ്താൽ മതി. ഞാൻ താഴോട്ട് വെക്കും. ലോക്ക് സിസ്റ്റമാണ്. ഇത്രയെല്ലാം സ്ക്രൂ ഉണ്ടല്ലോ. ഇതാണ് ഇതിൻ്റെ അകം. ഇതിൻ്റെ അകത്തുനിന്ന് സ്പീക്കറുണ്ട്. ചില വലുപ്പമുള്ള സ്പീക്കറാണ്. ഒരു ഫ്രെയിമൊക്കെ ഇട്ടാണ് ഇതിനകത്ത് പിടിപ്പിച്ചിരിക്കുന്നത്. ഫ്രെയിം ഇല്ലായിരുന്നു, നല്ലതായിരുന്നു. നോക്കട്ടെ അവിടെ വെക്കാൻ പറ്റുമെന്ന്. സംഗതി അവിടെ വെക്കാൻ പറ്റും. ഇച്ചിരി വലുപ്പമുള്ള സ്പീക്കറാണ്, കുഴപ്പമില്ല. ഇപ്പോൾ ഒരു കുറ്റി എടുത്ത് കളയേണ്ടി വരും. അല്ല ഇങ്ങനെ ആ കുറ്റി അവിടെ നിൽക്കട്ടെന്ന് വെച്ച് വെക്കും. പക്ഷേ കുറ്റി എടുത്ത് കളഞ്ഞാൽ നല്ല ഡീസൻ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. അടയും, കറക്റ്റ് അടയും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ കുറ്റി എടുത്ത് കളയാം. രണ്ട് സ്പീക്കർ കിട്ടിയിട്ടുണ്ട്. ഒരു 10-12 വർഷം മുമ്പുള്ള ടി വിയുടെ സ്പീക്കറാണ്. നിങ്ങളാരും അമേരിക്കയും ചൈനയും തമ്മിലുള്ള വഴക്കിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ്ട് ഇത് ചൈനയുടെ സാധനമാണ്. 8 ohms 8 watt 8 ohms 8 watt ചൈനയുടെ സ്പീക്കറാണ്. അപ്പോൾ നമ്മൾ ഇതായിരുന്നു ഊരിക്കളഞ്ഞ 2 സ്പീക്കറുണ്ട്. അത് 8 ohms 5 watt. ഇത് 8 ohms 5 watt. അതും ചൈനയുടെ സ്പീക്കർ തന്നെയാണ്. അപ്പം മാക്സിമം 7 watt വരെ കൊടുക്കാം. ഇത് 8 watt വരെ കൊടുക്കാം. അപ്പോൾ ഇതിലും കുറച്ചുകൂടെ ബെറ്റർ സ്പീക്കറാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് വെക്കാൻ പോകുന്നത്. അതായത് ഇതിലിരുന്ന് ചെറിയ മാനിട്ടാണ്. ഇത് മുഴുത്ത സ്പീക്കറാണ്. സോണിയുടെ സ്പീക്കറാണ്. സോണി മേടിച്ചതാണ്. രണ്ടുപേരും ചൈന പോയാണ് മേടിച്ചിരിക്കുന്നത്. ഇത് ചൈന കുറ്റം വന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി അതിൻ്റെ ഒരു എത്രയും പെട്ടെന്ന് വർക്ക് തീർത്ത് പരിപാടി തീർക്കാം. ഇതിന് മാത്രം 2 സ്പീക്കർ മാറാൻ വേണ്ടി ഇതിന് മാത്രം ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ട്. ഞാൻ വർക്ക് പിടിക്കുക. ഇത് കണ്ട, ഇത് സ്പീക്കറിൻ്റെ കണക്ഷൻ അത് പിന്നായതുകൊണ്ട് നമ്മളിവിടെ സോൾഡർ ചെയ്യുവാണ്. സോൾഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ബ്ലാക്ക് കളർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ സ്പീക്കറിലും നെഗറ്റീവ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെ പോസിറ്റീവ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി വേണം ഇത് എപ്പോഴും കൊടുക്കാൻ. പിന്നെ ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ കയറ്റി വെക്കുന്നില്ല. നല്ല വൃത്തിയായിട്ട് ഇവിടെ ഇരുന്നോളും. നല്ല പാത്തുണ്ട്, ഇവിടെ ഇടയുണ്ട്, ഇവിടെ ഇരുന്നോളും. അത് അങ്ങനെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതും അങ്ങനെ തന്നെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനും പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കണക്ഷൻ കൊടുക്കണം. ഇത് ഞാൻ എൻ്റെ പിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിനകത്ത് നീല കളറാണ് ഇവിടെ പോസിറ്റീവായിട്ട് നമ്മൾ വരുന്നത്. ബ്ലാക്ക് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളിലും ബ്ലാക്കാണ് നെഗറ്റീവായിട്ട് ഇൻഡിക്കേഷനായിട്ട് ഏതോ സ്റ്റാൻഡേർഡ് ആൾക്കാർ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെയും പോസിറ്റീവ് ഉണ്ട്. പോസിറ്റീവ് നീലയായിട്ട് വരണം. നീല കളറ് നമ്മൾ പോസിറ്റീവ് കൊടുക്കുവാണ്. പോസിറ്റീവ് ഇതുണ്ട്. 10-13 വർഷം പഴക്കമുള്ള ടി വിയാണ് സോണിയുടെ. അത് അവർക്കും സ്പീക്കർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമെന്ന് ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തവർ ചിലപ്പോൾ കാണും. പക്ഷെ അമേരിക്കയൊക്കെ പോയി. അത് മാനുഫാക്ചറാണ്, അവരാണ് മാനുഫാക്ചർ. എന്ത് സാധനവും മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർ ഇനി നിലനിൽക്കുള്ളൂ. ഇന്ത്യക്കും ചൈനയുടെ ഒപ്പം നിന്നുകൊണ്ട് വേണമെങ്കിൽ വളരാം. അതേ ഇനിയിപ്പോൾ നമുക്ക് രക്ഷയുള്ളൂ. നമ്മളെക്കാളൊക്കെ ഒത്തിരി അവർ വളർന്നു പോയി. നമുക്ക് അവരുടെ ഒപ്പം നിന്ന് നമുക്ക് വളർന്നു വരാൻ നമുക്കൊന്ന് ശ്രമിക്കാം. നമ്മുടെ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു പഞ്ച്വാലിറ്റി വേണം. കുറച്ചുകൂടെ കാര്യങ്ങളെ ഇച്ചിരി ഗൗരവമായിട്ട് എടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് വളരാൻ പറ്റും.
ഈ സ്പീക്കർ ഞാൻ അവിടെ വെക്കുവാണ്. അത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ആ സ്പീക്കറിൻ്റെ ഇത് വരുന്ന രീതിയിൽ അവിടെ വെച്ചു. പിന്നെ നമ്മൾ ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ആ DVD പ്ലെയർ ഞെടുത്തു. ബോധം പോയത് അവന്റെയോ അതോ നിന്റെയോ? അതെ, ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുഴപ്പമുണ്ടാവില്ല. എന്താ സാറേ, എന്താടാ ഇത്? ഇത് ഫിലിമാണ് സാറേ. ഏത് സിനിമയുടെ? അസ്ഥികൾ പൂക്കുന്നു. മര്യാദക്ക് എന്നില്ല, നിന്റെ അസ്ഥി ഇടിച്ചാൽ നോക്കും. പിന്നെ എന്റെ അടുത്ത കളി. അമ്മച്ചിക്ക് സുഖമല്ലേ? ശരിക്കും ജെസ്സി ലണ്ടനിൽ പോയോ അമ്മച്ചി? ഏയ്, നീ കയ്യിൽ ഞരമ്പ് മുറിച്ചു അറിഞ്ഞിട്ടേ Okay. അവളെല്ലാം ഉപേക്ഷിച്ച് ദേ പുറത്തു വന്ന് നിൽക്കും. ഓക്കെ ആയി. ചില ഗ്ലൂ ഗണ്ണൊക്കെ ഇങ്ങിട്ട് കൊടുക്കുകയാണ്. ചില ഗ്ലൂ ഗണ്ണൊക്കെ ഇങ്ങിട്ട് കൊടുത്താൽ അവിടെ ഇരുന്നോളും. ഇത് കണ്ടോ, സ്പീക്കർ സോണിയുടെ സ്പീക്കർ LG കയറി നല്ല നീറ്റായിട്ട് അത് വെച്ചു. ഇതില്ലേലും അവിടെ ഇരുന്നോളും. എന്നാലും ഞാൻ പിന്നെ എൻ്റെ ഒരു സമാധാനത്തിനും ഇത് വെച്ചതാണ്. ഈ കവർ വരുമ്പോൾ അതിൽ കറക്റ്റ് ഫിറ്റാണ്. ഇത് കണ്ടല്ലോ, സോണിയുടെ LGയുടെ TV-യിൽ സോണിയുടെ സ്പീക്കർ. അത് മറിയല്ല, അത് മാറ്റിക്കും. ആ ബ്രഷിങ് ആണ് ഇവിടെ ഒരു കറക്റ്റ് സീറ്റിംഗ് ആയി. നോ പ്രോബ്ലം. ഇനി സ്ക്രൂ ഇട്ടാൽ മതി. സ്ക്രൂ ഇട്ടിട്ട് വർക്ക് ചെയ്ത് കാണിക്കാം. പ്ലേ ചെയ്യുന്നേ 6 മാസം താൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയാ, അല്ലയോ സാറേ? അങ്ങനെ LGയുടെ TV റെഡിയായി, സ്പീക്കറുമായി. സൗണ്ട് കേട്ടല്ലോ. അപ്പൊ സ്പോഞ്ച് സിറോസിസ് അല്ല ഉണ്ട്. ബോധം TV റെഡിയായി, നല്ല ഓളിയുമായി. LG സോണിയുടെ സ്പീക്കറെ വർക്ക് ചെയ്തു. അമ്മച്ചിക്ക് സുഖമല്ലേ? ശരിക്കും ജെസ്സി ലണ്ടനിൽ പോയോ? അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കണ്ടല്ലോ, ഏത് സ്പീക്കറും ചെയ്യാം. ഒരു സാധനം കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് പറ്റുകയില്ലെന്ന് പറഞ്ഞ് മാറ്റരുത്. നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല സർവീസിൽ, എല്ലാം പറ്റും. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ക്വാളിറ്റി ഉള്ള സ്പീക്കർ തന്നെ വെച്ചുകൊണ്ട് ഇനി ഒരിക്കലും ഇതിന് കുഴപ്പം വരികയില്ല. ഈ ലോക്കലായിട്ട് വരുന്ന വില കുറഞ്ഞ സ്പീക്കർ ഉപയോഗിച്ചാൽ സൗണ്ടും കിട്ടിയാലും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ കണ്ടല്ലോ, TV പടക്കം പോലെ ചെയ്യുന്നു. ഇനി ഞാൻ പറഞ്ഞല്ലോ കുറഞ്ഞ TV-യുടെ കേസ്, അത് നിങ്ങളെ കാണിച്ചു തരാം.